അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അന്ത്യപ്രവാചകൻ്റെയും അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള അവസാന വേദത്തിൻ്റെയും ആവശ്യം വിവരിക്കുന്നതിനാണ് ഈ ആയത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. നിഷേധികളായ ആളുകൾക്ക് അവരുടെ നിഷേധത്തിൻ്റെ ഫലമായി വരാനിരിക്കുന്നതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനുള്ള ഒരു കളമൊരുക്കുകയുമാണ് അള്ളാഹു ചെയ്യുന്നത്. അഥവാ ദിവ്യ സന്ദേശങ്ങളുമായി, അതായത് അള്ളാഹുവിൻ്റെ വഹിയുമായി നിനക്ക് മുമ്പും പുരുഷന്മാരെ മാത്രമേ നാം അയച്ചിട്ടുള്ളൂ. അതിനാൽ നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ വേദത്തിൽ അഥവാ വേദങ്ങളിൽ അറിവുള്ളവരോട് ചോദിച്ചു നോക്കുക. അതായത് എന്തുകൊണ്ട് ഒരു മലക്കിനെ പ്രവാചകനായി അയക്കുന്നില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇത്. അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളുമായി അള്ളാഹു അയച്ചിരിക്കുന്നത് പുരുഷന്മാരെ മാത്രമായിരുന്നു. മലക്കുകളെ നാം അയച്ചിട്ടില്ല, മറ്റേതെങ്കിലും സൃഷ്ടിയെയും അയച്ചിട്ടില്ല. തിരഞ്ഞെടുത്ത പുരുഷന്മാർ നിനക്ക് നൽകിയ പോലെയുള്ള സന്ദേശങ്ങളുമായി ഇതിനു മുമ്പ് ജീവിച്ച സമൂഹങ്ങളിൽ വന്നിരുന്നു. നിന്നെ ഏൽപ്പിച്ച പോലെ അത് പ്രബോധനം ചെയ്യാൻ അവരെയും ഏൽപ്പിച്ചിരുന്നു. ഈ കാര്യങ്ങൾ മക്ക മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളുമായിട്ട് വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവരോട് പറയുന്നത്, നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ ഇക്കാര്യം വിവരമുള്ള വേദങ്ങളുടെ ആൾക്കാരോട് ചോദിച്ചു നോക്കുക. അവർക്ക് മുമ്പേ പ്രവാചകന്മാർ അവതരിച്ച വേദവിശ്വാസി സമൂഹങ്ങളോട്. അവർ പുരുഷന്മാരായിരുന്നോ മലക്കുകളായിരുന്നോ മറ്റേതെങ്കിലും സൃഷ്ടികളായിരുന്നോ എന്ന് നിങ്ങൾക്ക് ചോദിച്ചു നോക്കാവുന്നതാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.